എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ അവസാനത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. മൂന്ന് വൃത്തത്തിലാണ് കവി രചിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഉപജാതി വൃത്താണ്, 107-ാമത്തേത്. 108 പ്രഹർഷിണി എന്നു പേരുള്ള വൃത്തവും 109 മന്ദാക്രാന്ത വൃത്തത്തിലുമാണ് കവി രചിച്ചിരിക്കുന്നത്. മിക്കവാറും ഒരു സർഗം തീരാറാവുമ്പോൾ വൃത്തമൊന്ന് മാറ്റുക എന്നുള്ളത് എല്ലാ കവികളും ചെയ്യാറുണ്ട്. സുകുമാര കവിയും ഇവിടെ ആ കഥ അവസാനിപ്പിച്ചിട്ട്, കാളിയൻ്റെ കഥകൾ അവസാനിപ്പിച്ചിട്ട് വൃത്തമൊന്ന് മാറ്റി ആ സർഗത്തിന് ഒരു പരിസമാപ്തി കുറിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കാദ്യം 107-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഹ്രദോ നിവാസായ തവൈഷനാലം പ്രാപ്തശ്രിയഃ പുത്രകളത്ര മിത്രൈഃ തദർഹസി ത്വം ജലധൗ നിവസ്തും മനോരമാൻ പ്രാപ്സ്യസി തത്ര ഭോഗാൻ. ആദ്യം പദച്ഛേദം നോക്കാം. ഹ്രദ നിവാസായ തവ ഏഷ ന അലം പ്രാപ്തശ്രിയ പുത്രകളത്ര മിത്രൈഃ തദ് അർഹസി ത്വം ജലധൗ നിവസ്തും മനോരമാൻ പ്രാപ്സ്യസി തത്ര ഭോഗാൻ. വളരെ അധികമൊന്നും പദച്ഛേദം നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ഭഗവാൻ കാളിയനോട് പറയാണ്, ഏഷ ഹ്രദ, ഈ ഹ്രദം, ഈ കാളിന്തി നദിയിലുള്ളതായ വലിയ ആഴത്തിലുള്ള ഭാഗം, അതിൽ നിറച്ച് വെള്ളമുണ്ട്, അവിടെയാണ് കാളിയൻ താമസിച്ചിരുന്നത്. ആ പ്രദേശം എന്ന് പറയണത്, കാളിന്തി ജലപൂരം എന്ന് പറയണത്, പുത്രകളത്രമിത്രൈഃ പ്രാപ്തശ്രിയ തവ നിവാസായ ന അലം. ഇവിടെ പറയാണ്, അങ്ങക്ക് തവ നിവാസായ ന അലം, ഈ ഹ്രദമുണ്ടല്ലോ, ആ ഹ്രദം കാളിന്തി നദിയിലെ വലിയ ആഴമുള്ള പ്രദേശം, തവ നിവാസായ ന അലം, അങ്ങക്ക് താമസിക്കാനുള്ള പ്രദേശം അല്ല. തവ നിവാസായ ന അലം. ഏഷ ഹ്രദ, ഏഷ എന്ന് പറഞ്ഞാൽ മുമ്പില് കാണുന്നതായ, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ മുമ്പില് കാണുന്നതായിട്ടുള്ള ഈ കാളിന്തി നദിയിലെ ആഴമുള്ള പ്രദേശം ഉണ്ടല്ലോ, അത് അങ്ങേക്ക് താമസിക്കാൻ പറ്റണ സ്ഥലമല്ല. അങ്ങേക്ക് എന്തുകൊണ്ട് താമസിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ, പുത്രകളത്രമിത്രൈഃ പ്രാപ്തശ്രിയ, അങ്ങ് നിസാരക്കാരനായിട്ടുള്ള ഒരാളൊന്നുമല്ല, അങ്ങ് ഒറ്റയ്ക്കൊന്നുമല്ല ഇവിടെ താമസിക്കുന്നത്, ധാരാളം ആൾക്കാരുണ്ട് കൂടെ. അതാണ് പുത്രന്മാരുണ്ട്, മക്കളുണ്ട്. കളത്രം ഒന്നൊന്നുമല്ല, കുറേ ഭാര്യമാരുണ്ട്. ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ പറയുന്നുണ്ട്, ഭാര്യമാരൊക്കെ കൂടി വന്ന് സ്തുതിച്ചു എന്നൊക്കെ. അപ്പോൾ 1, 2 ഒന്നല്ല, കുറേ അധികം ഭാര്യമാരുണ്ട്, ധാരാളം സുഹൃത്തുക്കളും ഉണ്ട്. അതാണ് പുത്രകളത്രമിത്രൈഃ പ്രാപ്തശ്രിയ. ശ്ലോകത്തില് പാഠം തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പ്രാപ്ത ശ്രിയ, പുത്രകളത്രമിത്ര എന്നൊക്കെ വെവ്വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. പുത്രകളത്രമിത്രൈഃ പ്രാപ്തശ്രിയ എന്ന് തെറ്റ് തിരുത്തി വായിക്കേണ്ടതാണ്. പുസ്തകത്തിൽ അങ്ങനെ ആയതുകൊണ്ട് ശ്ലോകം അങ്ങനെ തന്നെ, ചിത്രം അല്ലെങ്കിൽ ഫോട്ടോയിൽ അങ്ങനെ തന്നെ കാണുള്ളൂ. പക്ഷെ ശരിയായിട്ടുള്ള പാഠം ഇതാണ്. പുത്രന്മാർ ധാരാളമുണ്ട്, കളത്രങ്ങളുണ്ട്, നിറയെ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ കൂടി നല്ല ഐശ്വര്യ സമ്പന്നനായിട്ട് ജീവിക്കുന്ന അങ്ങേക്ക് ഈ ഒരു ചെറിയ വെള്ളത്തിന്റെ ഹ്രദം, കാളിന്തി നദിയിലുള്ളതായ ആ ഒരു ചെറിയ ഭാഗം മാത്രം മതിയോ? അവിടെ താമസിക്കുന്നതിനേക്കാളും എത്രയോ സുഖമാണ് സമുദ്രത്തിൽ പോയാൽ. അതാണ് പറയണത്. തത് എന്ന് പറഞ്ഞാൽ തസ്മാത്, അതുകൊണ്ട്, ത്വം അങ്ങ്, ജലധൗ നിവസ്തും അർഹസി. ജലധൗ, ജലധൗ എന്ന് പറഞ്ഞാൽ സമുദ്രത്തില്, ജലധി അർണവം എന്നൊക്കെ പറഞ്ഞാൽ സമുദ്രം എന്നർത്ഥം. അതുകൊണ്ട് അങ്ങ് സമുദ്രത്തിൽ പോയി താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയധികം ആൾക്കാർക്ക്, അങ്ങയുടെ ബന്ധുജനങ്ങൾക്ക് ഒക്കെ താമസിക്കണമെങ്കിൽ കടൽ തന്നെയാണ് നല്ലത്. ഇവിടെ ആകുമ്പോൾ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരും. കടലാവുമ്പോൾ എത്ര വലിയ പ്രദേശമാണ്, എത്രയോ ധാരാളം വെള്ളം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കടലിൽ പോയി താമസിക്കുന്നതാണ് നല്ലത്. ത്വം ജലധൗ നിവസ്തും അർഹസി. മാത്രമല്ല, അവിടെ ചെന്നിട്ട് കാളിന്തിയിൽ താമസിക്കുമ്പോൾ എത്ര കണ്ടും സുഖഭോഗങ്ങൾ ഉണ്ടായിരുന്നു, അതിനേക്കാൾ എത്രയോ കൂടുതൽ അവിടെ പോയാൽ, കടലിൽ പോയാൽ ലഭിക്കും. അതാണ് തത്ര, തത്ര ജലധൗ മനോരമാൻ ഭോഗാൻ പ്രാപ്സ്യസി. മനോരമാൻ ഭോഗാൻ, മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭോഗങ്ങൾ അവിടെ പോയാൽ ലഭിക്കുകയും ചെയ്യും. ഈ നദിയിൽ ഒതുങ്ങിക്കൂടുന്നതിനേക്കാളും അങ്ങേ പോലെയുള്ള സർപ്പശ്രേഷ്ഠന്മാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം കടലാണ്. അവിടെ
ധാരാളം ജീവിക്കാൻ, അതായത് ജീവിതം മുമ്പാക്ക് കൊണ്ടുപോകാൻ പറ്റിയതായ പല ഘടകങ്ങളുമുണ്ട്. ജീവികളുണ്ട്, കഴിക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും സ്വതന്ത്രമായി വിഹരിക്കാനുമൊക്കെയുള്ള സ്ഥലം കടലിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് അങ്ങ് കാളിന്തി നദിയിൽ താമസിക്കണ്ട. ഇനി കാളിന്തി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഗോപന്മാർക്കും അതുപോലെ പശുക്കൾക്കുമൊക്കെ അവകാശപ്പെട്ട നദിയാണ്, അതിലെ വെള്ളമാണ്. അതുകൊണ്ട് അങ്ങ് വേഗം കടലിൽ പോയി താമസിച്ചോളൂ എന്ന് ശ്രീകൃഷ്ണൻ കാളിയനെ ഉപദേശിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതാണ് മനോരമാൻ പ്രാപ്സ്യസി തത്ര ഭോഗാൻ. അവിടെ പോയാൽ ഇവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും ഉണ്ടാവില്ല, അവിടെ പോയിട്ട് വളരെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം എന്ന് പറയാണ്. ഇവിടെ 107-ാമത്തെ ശ്ലോകത്തില് നമുക്ക് 108-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഇത്യുക്തോ ബഹുമതിപൂർവമച്യുതേന പ്രീതസ്തം സവിഷധരഃ പ്രണമ്യ ഭക്ത്യാ ത്യക്ത്വാ താം സപരിജനഃ കളിന്ദകന്യാം ഉത്സർപ്പത് ഫണിമണിദീധിതി പ്രതസ്ഥേ. ഭഗവാൻ പറയേണ്ട താമസം കാളിയൻ അവിടെ നിന്ന് പോയി എന്നാണ് പറയണത്. ആദ്യം പദച്ഛേദം നോക്കാം. ഇതി ഉക്ത ബഹുമതിപൂർവം അച്യുതേന പ്രീത തം സ വിഷധര പ്രണമ്യ ഭക്ത്യാ ത്യക്ത്വാ താം സപരിജന കളിന്ദകന്യാം ഉത്സർപ്പത് ഫണമണിദീധിതി പ്രതസ്ഥേ. ഇവിടെ പറയാണ്, അച്യുതൻ ഇപ്രകാരം അങ്ങനെ പറഞ്ഞപ്പോൾ, സർപ്പത്തിനോട് കാളിയനോട് പറഞ്ഞപ്പോൾ, അച്യുതേന അച്യുതനാൽ, ഇതി ബഹുമതിപൂർവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഇതി ബഹുമതിപൂർവം ഉക്ത ഇപ്രകാരം വളരെ ബഹുമാനത്തോടു കൂടിയിട്ട്, ഉക്ത പറയപ്പെട്ടവനായ ആ കാളിയൻ, അച്യുതനാൽ ഇപ്രകാരം ബഹുമാനത്തോടുകൂടി പറയപ്പെട്ട ആ കാളിയൻ, അതാണ് അച്യുതേന ഇതി ബഹുമതിപൂർവം ഉക്ത സ വിഷധര, ആ വിഷധരനായിട്ടുള്ള വിഷം ധരിക്കുന്നവനായ ആ കാളിയൻ, പ്രീത വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, ഭക്തിയാ തം പ്രണമ്യ വളരെ ഭക്തിയോട് കൂടിയിട്ട്, തം തം എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനെ, അച്യുതനെ തന്നോട് ഇങ്ങനെയൊക്കെ വളരെ അനുഗ്രഹത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രണമിച്ചിട്ട്, പ്രണമ്യ വെറുതെ പ്രണമിക്കല്ല, ഭക്തിയാ പ്രണമ്യ വളരെ ഭക്തിയോട് കൂടിയിട്ട് പ്രണമിച്ചിട്ട് പിന്നെന്താണ് ചെയ്തത്? താം കളിന്ദകന്യാം ത്യക്ത്വ, ആ കളിന്ദകന്യയെ, കളിന്ദകന്യ കാളിന്തി നദി, കാളിന്തി നദിയെ ത്യക്ത്വ ത്യജിച്ചിട്ട്, സപരിജന പരിജനങ്ങളോടുകൂടിയിട്ട്, ഉത്സർപ്പത് ഫണമണിദീധിതി പ്രതസ്ഥേ. ഉത്സർപ്പത് എന്ന് പറഞ്ഞാൽ ഉയർന്ന് മിന്നുന്നതായ, ഫണമണി ദീധിതി ഫണങ്ങളിൽ അണിഞ്ഞിരിക്കുന്നതായ മണികൾ, രത്നങ്ങൾ, ആ രത്നങ്ങളുടെ പ്രകാശം മുകളിലേക്ക് പൊന്തും വിധം ചൊരിഞ്ഞുകൊണ്ട്, പാമ്പുകളുടെ ശിരസിൽ മണികളുണ്ടെന്ന് പറഞ്ഞു, ആ മണികളുടെ ശോഭ എല്ലാ ദിക്കുകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ പ്രതസ്ഥേ പുറപ്പെട്ടു. ഒറ്റയ്ക്കല്ല, സപരിജന പരിജനങ്ങളോട് കൂടിയിട്ട്, അവരവരുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും മക്കളോടും ഭാര്യമാരോടും ഒക്കെ കൂടിയിട്ട് കാളിയൻ ഇവിടെ നിന്ന്, കാളിന്തി നദിയിൽ നിന്ന് കടലിലേക്ക്, കടലിൽ തന്നെ രമണകം എന്ന് പറഞ്ഞൊരു ദ്വീപിലാണ് സ്ഥലം കൊടുക്കുന്നത്. ദ്വീപിലും ജീവിക്കാം, അതുപോലെ തന്നെ കടലിലും താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞയക്കണതെങ്കിലും ഇവിടെ സുകുമാരകവി അത് പറഞ്ഞിട്ടില്ല. കടലിലേക്ക് അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരോടും കൂടിയിട്ട് കാളിയൻ പോയി എന്നർത്ഥം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സംസാരിച്ചപ്പോൾ തിരിച്ചും കാളിയൻ ഭഗവാനെ വളരെയധികം ബഹുമാനിച്ചു, ഭക്തിയോട് കൂടിയിട്ട് പ്രണമിച്ചിട്ട് അവിടെ നിന്ന് യാത്രയായി എന്നർത്ഥം. നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടി നോക്കാം. അതോടുകൂടി 5-ാമത്തെ സർഗം തീരാണ്. 109-ാമത്തെ ശ്ലോകം നോക്കൂ. പ്രീതഃ കൃത്വാ വിഷധരപതേരർണവേ തസ്യ വാസം കൃത്വാ തസ്യാസ്തപനദുഹിതുർവാരി വിശ്വോപഭോഗ്യം ഗീതഖ്യാതിർദിവി പരിഷദാ സിദ്ധവിദ്യാധരാണാം ദേവഃ പ്രാപധ്വജപടശതപ്രേരിതാഭ്രം സഘോഷം. ആദ്യം പദച്ഛേദം നോക്കാം. പ്രീത
कृत्वा विषधरपतेः अर्णवे तस्य वासं कृत्वा तस्याः तपनदुहितु वारि विश्वोपभोग्यं गीतख्याति दिवि परिषदा सिद्धविद्याधराणां देवः प्राप ധ്വജപടശതപ്രേരിതാഭ്രം സ ഘോഷം. മന്ദാക്രാന്ത വൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകം രചിച്ചിരിക്കുന്നത്. ഇവിടെ പറയാണ്, തസ്യ വിഷധരപതേഹ വാസം അർണവേ കൃത്വ. തസ്യ വിഷധരപതേഹ, ആ വിഷധരപതിയുടെ, വിഷധരങ്ങൾ എന്ന് പറഞ്ഞാൽ പാമ്പുകൾ, പാമ്പുകളുടെ പതി എന്ന് പറഞ്ഞാൽ കാളിയനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കാളിയന്റെ വാസസ്ഥാനം അർണവേ കൃത്വ, സമുദ്രത്തിലാക്കിയിട്ട്, കാളിയനെ സമുദ്രത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് മാത്രമല്ല, തസ്യാഹ തപനദുഹിതു വാരി വിശ്വോപഭോഗ്യം കൃത്വ. മറ്റൊരു അതിനുശേഷം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എന്നൊരു വാചകം. ഒന്നാമത്തെ വാചകവും കൃത്വ എന്നാണ് തീരണത്, രണ്ടാമത്തെ വാചകവും കൃത്വ എന്ന് തന്നെയാണ് പറയണത്. അതായത് കാളിയനെ കടലിലേക്ക് പറഞ്ഞയച്ചിട്ട്, അങ്ങനെ ചെയ്തിട്ട് ഒന്നാമത്തെ വാക്യം. രണ്ടാമത്തേത് തപനദുഹിതു, തസ്യാഹ തപനദുഹിതു, ആ തപനദുഹിതാവിന്റെ, തപനദുഹിത എന്ന് പറഞ്ഞാല് കാളിന്തി നദിയാണ്. ആ കാളിന്തി നദിയിലെ വാരി എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തിനെ, ആ വെള്ളത്തിന് എന്തൊരു മാറ്റാ വരുത്തിയത്? വിശ്വോപഭോഗ്യം കൃത്വ, വിശ്വത്തിന് മുഴുവനും ഉപഭോഗക്ഷമമാക്കി തീർത്തുകൊണ്ട് എല്ലാവർക്കും വെള്ളം യാതൊരു മടിയില്ലാതെ കുടിക്കാം എന്നാക്കി. അതായത് ആ വെള്ളത്തിൽ വിഷം കലർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് കുടിക്കാൻ പറ്റില്ലായിരുന്നല്ലോ, ആർക്കും അത് ഉപഭോഗം ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാളിയനെ മാറ്റിയതോട് കൂടിയിട്ട് ആ വെള്ളം ശുദ്ധമായി, കാളിന്തിയിലെ ജലത്തിനെ ശുദ്ധമാക്കിയിട്ട്. അപ്പോൾ ഭഗവാന് വളരെ സദ്യശസ്സുണ്ടായി. അതാണ് ഇവിടെ പറയണത്. ദിവി സിദ്ധവിദ്യാധരാണാം പരിഷദ ഗീതഖ്യാതി. ദിവി എന്ന് പറഞ്ഞാൽ സ്വർഗത്തില്, സിദ്ധ വിദ്യാധരാണാം പരിഷദ, സിദ്ധന്മാരുടെയും വിദ്യാധരന്മാരുടെയും പരിഷത്ത്. പരിഷത്ത് എന്ന് പറഞ്ഞാൽ സഭ അല്ലെങ്കിൽ അവരുടെ ജനങ്ങള്. സിദ്ധന്മാരും ഗന്ധർവന്മാരും അതുപോലെ വിദ്യാധരന്മാരും അവരാലൊക്കെ അവരുടെ പരിഷത്ത്, അതാണ് സഭ എന്ന് പറയുന്നത്. സിദ്ധ വിദ്യാധരാണാം പരിഷദ ഗീതഖ്യാതി, അവരുടെ വൃന്ദങ്ങളാൽ, സിദ്ധവൃന്ദങ്ങളാലും വിദ്യാധര വൃന്ദങ്ങളാലും ഗീതമായ പാടിപ്പുകഴ്ത്തപ്പെട്ട ഖ്യാതിയോടുകൂടിയ ഭഗവാനെ അങ്ങ് പ്രീതനായിട്ടുള്ള, പ്രീത ദേവ സഹ, പ്രീതനായിട്ടുള്ള സഹ ദേവ, ആ ദേവൻ അങ്ങ് ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയാം. ഭഗവാനെ അങ്ങ് എന്തു ചെയ്തു? ധ്വജപടശതപ്രേരിതാഭ്രം ഘോഷം പ്രാപ. ധ്വജപടശതപ്രേരിത അഭ്രം, ധ്വജപടം എന്ന് പറഞ്ഞാല് കൊടിക്കൂറകള്, കൊടിക്കൂറകള് ആയിരക്കണക്കിന്, നൂറുകണക്കിന്, അതാണ് ധ്വജപടശതം. അവയാൽ പ്രേരിതമായ, സ്പർശിക്കപ്പെടുന്നതായ അഭ്രം, മേഘങ്ങളോടുകൂടിയ അത്രയ്ക്ക് ഗംഭീരമായിട്ട് വിരാജിച്ചു കൊണ്ടിരിക്കുന്നതായ ഘോഷം, ആ അമ്പാടിയിലേക്ക് സദേവ പ്രാപ, ആ ദേവൻ പോയി എന്നർത്ഥം. അതായത് അമ്പാടിയുടെ ശ്രേഷ്ഠത, ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഭഗവാനെ പറ്റിയിട്ട് ഗീതങ്ങൾ പാടാൻ തുടങ്ങി. ഖ്യാതി, അതായത് ഭഗവാന്റെ ഖ്യാതിയെ പറ്റിയിട്ട്, നല്ല സത്പേരിനെ പറ്റിയിട്ട് പാട്ടുകൾ പാടി തുടങ്ങി. അങ്ങനെയുള്ള ആ പാട്ടുകൾ കേട്ടുകൊണ്ട്, അങ്ങനെ ഗരിമ വർദ്ധിച്ചുകൊണ്ട്, യശസ് വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്ന അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ധാരാളം കൊടിക്കൂറകളാൽ ആകാശം സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന അമ്പാടിയിലേക്ക്, ആകാശം സ്പർശിക്കുക, മേഘത്തെ സ്പർശിക്കുക എന്നൊക്കെ പറഞ്ഞാല് ആ കൊടിക്കൂറയുടെ ഉയരം മാത്രമല്ല, അമ്പാടിയുടെ ഗരിമയും കൂടി, അമ്പാടിയുടെ പേരും പെരുമയും കൂടി അതിന് സ്വർഗത്തിൽ വരെ പേരായി. അതാണ് ഉദ്ദേശിക്കുന്നത്. ആകാശം സ്പർശിക്കുന്ന കൊടിക്കൂറകളോടുകൂടിയ അമ്പാടിയിലേക്ക് ഭഗവാൻ പോയി എന്നർത്ഥം. അതാണ് ഈയൊരു സർഗത്തിന്റെ അവസാനത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വൃന്ദാവനത്തിൽ വെച്ച് നടക്കുന്നതായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ പുറപ്പെടുന്ന യജ്ഞവും അവസാനം ഇന്ദ്രനെ തോൽപ്പിക്കുന്നതുമായിട്ടുള്ള കഥയാണ്. അതാണ് 6ാമത്തെ സർഗത്തിൽ വർണ്ണിക്കാൻ പോണത്. നമുക്ക് ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം.
ഹ്രദോ നിവാസായ തവൈഷനാലം പ്രാപ്തശ്രിയഃ പുത്രകളത്രമിത്ര തദർഹസി ത്വം ജലധൗ നിവസ്തും മനോരമാൻ പ്രാപ്സ്യസി തത്ര ഭോഗാൻ. ഇത്യുക്തോ ബഹുമതിപൂർവമച്യുതേന പ്രീതസ്തം സവിഷധരഃ പ്രണമ്യ ഭക്ത്യാ ത്യക്ത്വാ താം സപരിജനഃ കളിന്ദകന്യാം ഉത്സർപ്പത്ഫണമണിദീധിതിഃ പ്രതസ്ഥേ. പ്രീതഃ കൃത്വാ വിഷധരപതേരർണവേ തസ്യ വാസം കൃത്വാ തസ്യാസ്തപനദുഹിതുർവാരി വിശ്വോപഭോഗ്യം. ഗീതഖ്യാതിർദിവി പരിഷദാ സിദ്ധവിദ്യാധരാണാം ദേവഃ പ്രാപ ധ്വജപടശതപ്രേരിതാഭ്രം സഘോഷം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.